ഇവിടുന്ന് പോയ സീനിയേഴ്സ് ജൂനിയേഴ്സിനെ കാണാൻ വേണ്ടി വരുന്ന ഒരു ചെറിയ പാർട്ടിയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ക്യാമ്പ് ഓഫീസറിന് എന്തൊക്കെയാണ് പ്രോഗ്രാം ഉള്ളത്? ക്യാമ്പ് ഓഫീസർ പറയൂ, എന്തൊക്കെയാണ് പ്രോഗ്രാം ഉള്ളതെന്ന് പറയൂ. ഇന്ന് പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് സർപ്രൈസ് ആയിട്ട് കുറെ പ്രോഗ്രാം സംഘടിപ്പിക്കണം. നമുക്കറിയില്ല, നമുക്ക് കണ്ടു നോക്കാം. എന്താ സർപ്രൈസ് ആയതുകൊണ്ട് നമുക്കൊരു ഐഡിയ ഇല്ല. നമുക്ക് അങ്ങനെ വെയിറ്റ് ചെയ്യാം അവരുടെ എന്താ ചെയ്യാൻ പോകണം. പക്ഷെ ഈ ബാച്ച് ആയതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാം, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. സൂപ്പർ ബാച്ച് ആയിരുന്നു അല്ലേ? സൂപ്പർ ബാച്ച് ആയിരുന്നു, അടിപൊളി ബാച്ച് ആയിരുന്നു. ഓക്കെ, നമുക്ക് ഒരുപാട് സർപ്രൈസുകൾ തന്ന ബാച്ചാണ്. ഓക്കെ. അപ്പോൾ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ക്യാമ്പിൻ്റെ 13ാമത്തെ ദിവസത്തിലെ പുതിയ പുതിയ വിശേഷങ്ങളാണ്. ഓക്കെ, സർപ്രൈസ് കൊടുക്കാനുള്ളവരൊക്കെ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഇതാ ഈ മെസ്സാളി 2-ല് ഏകദേശമൊക്കെ കുട്ടികളൊക്കെ ഇതാ ഇരിക്കുന്നുണ്ട്. അതെ, ആര്യ ഹായ്, ഹായ്. സെറ്റല്ലേ? സർപ്രൈസ് സെറ്റല്ലേ? നിങ്ങളെന്താ കഴിക്കണേ? ഞങ്ങൾക്ക് തരാതെ എന്തോ ലിതിയൊക്കെ എന്തോ കാര്യപ്പെട്ട് കഴിക്കുന്നുണ്ട്. ഹലോ, സബിനാന്റെ കുട്ടിയാ? ഒരു കുഞ്ഞിപ്പണ്ണ് ഇവിടെ സർപ്രൈസ് എടുക്കാൻ വന്നിട്ടുണ്ട്. പയ്യ, എന്തൊക്കെ വിശേഷം? എല്ലാം സൈനിട്ടില്ലേ? നീ വഴിക്ക് വരില്ലല്ലോ? ഞങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് വാവ്, അടിപൊളി അടിപൊളി. സൂസോ പൊളിച്ചിട്ടോ, നല്ല ഭംഗിയുണ്ട്. ഇട്ടിട്ട് നല്ല ചെറിയൊരു കുട്ടിയൊക്കെ. പിന്നെ അതാ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഇവരിവിടുന്ന് സെൻഡ് ഓഫും കൊടുത്ത് പറഞ്ഞു വിട്ടാലും ഇവര് ഓരോ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. ജാസിറ് പറഞ്ഞു വിട്ടാലും പിന്നെ ഇവിടേക്ക് തന്നെ വരുന്ന ജാസിറ് ഇതൊക്കെ സെൻഡ് ഓഫ് കൊടുത്ത് പറഞ്ഞു വിട്ടാണ് കഴിച്ചത്. പക്ഷെ പോകുന്നില്ല. ജാസിർ കഴിഞ്ഞ പിക്ഫുട്ടിന്റെ അന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല. ആ മിസ്സിംഗ് ആയിരുന്നു, അവന് ലീവ് കിട്ടാത്തതുകൊണ്ട്. കുറെ പേരുണ്ട്. ഇതാണ് നമ്മുടെ ചെയർമാൻ കേട്ടോ. 2 വർഷം തുടർച്ചയായിട്ട് ചെയർമാനായ വ്യക്തിയാണ്. നമ്മുടെ ഇതിനൊരു മാറ്റവും ഇല്ല. ഇത് സൈൻ ചോദിക്കുന്നുണ്ട് പലരും, പക്ഷെ ഞാൻ കൊടുക്കുന്നില്ല. മുസിന മോളെ, ഇടക്കൊക്കെ ഇങ്ങോട്ട് തിരിഞ്ഞൂടെ മുസിന മോളെ? എനിക്ക് ഇന്ന് എന്തൊക്കെ കേറി പറഞ്ഞത്. സജന മിസ്സിന്റെ തലയൊക്കെ ഇടണ്ടല്ലോ. ഇതിവിടെ നമ്മുടെ റൈഹാൻ ടീച്ചർ ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്നു. ഫോണിലൊക്കെ വേണമെങ്കിൽ സൂം ചെയ്ത് കാണിച്ചിട്ട് ഇന്നത്തെ നെയ്ച്ചോറിനെ ചിക്കൻ കറിയെ കുറിച്ച് നെയ്ച്ചോറിനെ കുറിച്ച് ആണോ? സർപ്രൈസ് ആണ്, സർപ്രൈസ്. അതെ, അവിടെ കുറെ എണ്ണം ഉണ്ടോ? ഫസ്റ്റ് വ്ളോഗ് വരുന്നുണ്ട്. റഫീഖ് മാഷ് ഒരു പണിയില്ല. ഷെയർ ചെയ്യുന്നു വ്ളോഗ് ക്യാമറ. ഞങ്ങൾ വന്നിട്ടുണ്ട്. അതന്നെ, ഞങ്ങൾ മധുരം തന്നിട്ട് ഞങ്ങൾ വെൽക്കം ചെയ്തു റഫീഖ് സാറ്. ഓക്കെ, ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് ഗായ്സ്. പടിഞ്ഞാറ്റുമുറി ഓ, അങ്ങനെയാണല്ലേ. പിന്നെ കുറെ പേരുണ്ട് ഇവിടെ. നമ്മള് ഇങ്ങനെ ഇവര് ഓരോന്നിങ്ങനെ ഓരോ പരിപാടിയിലാണ്. സുമയ്യ, നഷ, ഹായ്. നഷന്റെ കുട്ടിയാണോ അത്? ഒരു ഹായ് പറയൂ. എന്റെ വ്ളോഗിനൊരു ഹായ് പറയടാ. ഇല്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയോ? ലൈക്കൂല്ല. നമ്മുടെ എന്താ പറയാ, കോളേജിലെ ആസ്ഥാന വാനമ്പാടി ആയിട്ടുള്ള പിന്നെ കീർത്തന ഇപ്പൊ നമുക്ക് വേണ്ട 2 വരി. അത് ഇവര് കേട്ടിട്ടില്ലേ? അയ്യേ, ഇത്ര ജാടയുള്ളൊരു വാനമ്പാടി ഇവിടെ ഉണ്ടായിട്ടില്ല. ഇത് നമ്മുടെ ഗായത്രി എന്റെ സന്തത സഹചാരിയായിരുന്നു. എന്നെ എപ്പോഴും ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിട്ടിരുന്നത്. ഞാനതൊക്കെ മിസ് ചെയ്യും. ഞാൻ ആരെ കൂട്ടുപിടിക്കും? ഉണ്ട്, നോക്കണം. സ്ഥിരാക്കിയിട്ടില്ലെന്നേ ഉള്ളൂ. പറ. ഇത് ഞാൻ പറഞ്ഞല്ലോ, സീനിയേഴ്സിന്റെ ഇന്നത്തെ പരിപാടിയിൽ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവരൊരുക്കിയിട്ടുള്ള ഡിഷസുകളാണ്.
ഇതെന്താ സുഫേറ? ഇത് പോക്കറ്റ് ഷവർമ മിസ്സേ എങ്ങനെയുണ്ട് ഞങ്ങളുടെ ട്രീറ്റ്? ആദ്യം കഴിച്ചു നോക്കട്ടെ എന്നിട്ട് പറയാം. സമൂസയാണെന്ന് എല്ലാവർക്കും അറിയാം. ഇത് കുറച്ച് കേടൊക്കെ കേട്ടോ, അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന തള്ളിക്കൊണ്ട് സമയം. മുർഷിദ എന്താണ്, ചായയാണോ കാപ്പിയാണോ? ചായയാണല്ലേ. അപ്പോൾ വീണ്ടും വീണ്ടും ഫസ്വരിക്ക് വരാൻ കിട്ടുന്ന ഈ ഒരു അവസരത്ത് ആണല്ലേ നിഷാദൊക്കെ എന്ത് തോന്നുന്നു? വീണ്ടും വീണ്ടും അവസരം കിട്ടുമ്പോൾ സന്തോഷാണോ വേണ്ടായിരുന്നു എന്നാണോ? ആ എടുത്ത് ഞാൻ ചോദിച്ചു. എനിക്ക് ഒന്നും തോന്നാത്തവരൊന്നും പറയണ്ട. അതാ കണ്ടോ? ആ നമ്മുടെ ഷാന ഷെബാന്റെ കുട്ടിയാണോ? മാഷാ അല്ലാഹ്. നോക്കട്ടെ ഒന്നിങ്ങോട്ട് തിരിഞ്ഞാണ് ഈ കുട്ടി പെണ്ണ്. എന്റെ ചാനലാണ്. ഹായ് പറഞ്ഞ. ഹായ്. ഇതാ ഞങ്ങളുടെ കുഞ്ഞ്. സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ബെല്ലൈക്കൺ അടിക്കണം കേട്ടോ. പിന്നെന്താ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യൂലേ? ഇവിടെ ഓണത്തിനിടക്ക് കുട്ടു കച്ചവടം പറഞ്ഞാല് ഡയറി ഒക്കെ എഴുതുന്ന ഫാസിലാനെയും ജസ്നനെയും കണ്ടത്. ജസ്നന്റെ ഒരു അടിപൊളി ഡാൻസ് നമുക്ക് വയനാട്ടിലുണ്ടായിരുന്നു. ഡാൻസ് അല്ല, ഒരു സ്കിറ്റ് അടിപൊളിയായിരുന്നു അത്. പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാനേ പറ്റിയില്ല. അങ്ങനത്തെ ഒരു സമയമായിരുന്നു. അപ്പോൾ മെൻ്റലിസ് ഒക്കെ കഴിഞ്ഞ് മെൻ്റലി വീക്കായിരിക്കുന്ന എനിക്ക് അത് എടുക്കാനായിട്ട് സാധിച്ചില്ല. ഓക്കെ, അപ്പോൾ സർപ്രൈസിനെ കുറിച്ച് എന്ത് തോന്നുന്നു? എന്തായിരിക്കും എന്നുള്ളൊരു ആകാംക്ഷ ഉണ്ട്. എന്താണ് മണങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്, പറ്റണില്ല, കാത്തിരുന്ന് കാണാം. അതാണ്. സർപ്രൈസ് ആരംഭിച്ചിരിക്കുകയാണ്. മുസ്ലിമോളെ കയ്യിലുണ്ടോ? മുസ്ലിമോളെ എന്താ ഇതിനെ കുറിച്ചുള്ള അഭിപ്രായം? വരണോ അല്ലേ? പാരന്റ്സിനെ വിളിച്ചാലോ നിങ്ങളെ അല്ലേ? ഇതാ കണ്ടോ ഇവിടെ ഷിബിനിരുന്ന് കഴിക്കാൻ തുടങ്ങി. ചായ എടുത്തില്ലേ ഷിബിന? ടേസ്റ്റ് ഒക്കെ എടുത്തതാ. എങ്ങനെയുണ്ട് ചായ? ഞാൻ വാങ്ങിയതുകൊണ്ട് പറയില്ല, ഭയങ്കര ടേസ്റ്റ്. നിങ്ങൾ കഴിച്ചോ? നാളത്തെ ദോശക്ക് മാവ് ഉണ്ടാക്കാം. ഓക്കെ, ഇവിടെ നാളെ കൂടി ആയാൽ ഏകദേശം നമ്മൾ സെറ്റായി. പിന്നെ നമ്മൾ പോവും. പുതിയ അൻസില വന്ന് കഴിക്കൂ. അമൃത സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട് നിങ്ങളുടെ താത്തമാര്. സർപ്രൈസ് ആയതാണ് ഈ മിസ്സിനെ അറിയാതെ വീണ്ടും ഞങ്ങൾ സർപ്രൈസ് ആക്കി വെറും മൈൻഡായിട്ടിരിക്കുകയാണ്. വിവിധ കഥ ആകെ തോറ്റു തുന്നം പാടിയിരിക്കുന്നു ഗൈസ്. അങ്ങനെ പലരും പറയും അഹങ്കാരത്തിന് കൈയും കാലും വെച്ച അമൃതാണ് പ്രതീക്ഷ, പക്ഷെ നടന്നില്ല. അതിന്റെ സങ്കടത്തിലാണെന്ന് നമ്മുടെ മേഡം. അതെ, സാറില്ല ഇച്ചിരിയോട് സങ്കടം കൂട്ടി. എല്ലാരും വരി നിന്ന് വാങ്ങിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ശ്രീമോളെ എന്തൊക്കെ കിട്ടി? പോക്കറ്റ് ഷവർമ, സമൂസ അല്ലേ? വാവ്, അതെ. നിങ്ങൾ എന്നെ സ്നേഹിച്ച് കൊല്ലണ്ടി കഴിച്ചു. നമ്മുടെ റിസ്ലയാണ് ചായ കൊടുക്കുന്നത്. ആ ഓക്കെ, ഹസ്ബൻഡ് ചെയർമാനെ വീണ്ടും വീണ്ടും ഇങ്ങോട്ട് വന്നതിനെ കുറിച്ച് ചെയർമാൻ എന്താണ് പറയാനുള്ളത്? വീണ്ടും വീണ്ടും ഫസ്വരിക്ക് ഇങ്ങനെ വരാൻ പറ്റിയതിനെ കുറിച്ച്. കഴിഞ്ഞ പോയ ക്യാമ്പൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യാം. ഇന്നത്തെ പാട്ടൊക്കെ ഒരുപാട് ഓർമ്മകള് ഉള്ള ഒരു ക്യാമ്പായിരുന്നു. അടിപൊളി ക്യാമ്പായിരുന്നു. എല്ലാവരും ഓരോരുത്തരും ഇങ്ങനെ ക്യൂ. നമ്മുടെ ലുലു ഷംനാസൊക്കെ അവിടുന്ന് വന്നോണ്ടിരിക്കുന്നുണ്ട്. ചോദിച്ചില്ല, ചോദിക്കുമ്പോ പറഞ്ഞു. ഇതവിടെ കഴിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഒരു കുഞ്ഞിച്ചക്കൻ എടുത്തു കൊടുക്കടി. എന്ത് തോന്നുന്നു? സമൂസ എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. ചായ ഇല്ല, ഞാൻ കഴിച്ചില്ല. കഴിക്കണേ ജാഷിറ? ഒന്നും പറയാനല്ല, പൊളി. എന്നും ഇങ്ങനെ ആയാലോ? എന്നും ഇങ്ങനെ ആക്കാം. മറ്റേ പിന്നെ വായില് സമൂസ കുത്തി കയറ്റിയതുകൊണ്ട് ഒന്നും പറയാനില്ല. എല്ലാരും ഇവിടെ ഇരുന്ന് നിങ്ങൾ ജഗ് കൊടുക്കൽ കൊണ്ടുവരിക ചായ.
കിട്ടിയോ? കിട്ടി ഗൈസ്, നെഹിലേക്ക് കിട്ടി. നെഹിലിന്റെ മുഖത്ത് സന്തോഷം നോക്കൂ. ഇത്രയും ദിവസം ഹോട്ടലിലൊന്നും പോയി ഒന്നും കഴിക്കാൻ പറ്റാത്തതിന്റെ അതിന്റെ സങ്കടം നന്നായിട്ടുണ്ട് നെഹിലക്ക്. അത്താഴം വരെ പിന്നെ കഴിക്കുന്ന, ഹോട്ടലിൽ പോയി കഴിക്കുന്ന നെഹിലാണ്. 15 ദിവസമായിട്ട് ഹോട്ടലിൽ പോയി കഴിക്കാൻ പറ്റാതെ. അതെ, ഓ സമൂസ കണ്ടപ്പോ ഇക്കാനെ ഓർമ്മ വന്നു. അപ്പൊ ഈ ഇക്കാനെ ഓർമ്മപ്പെടുത്താനായിട്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ക്യാമ്പിൽ സമൂസ കൊടുക്കാം അല്ലേ? ഓക്കെ സജ്ന, കിട്ടിയോ? നീ കഴിച്ചിട്ട് ബാക്കി പറ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ സ്റ്റുഡൻറ്റിൻ്റെ മോളെയാണ്. അമ്മ തൊടിക്കും പൊട്ടിട്ട് അല്ലേ? ആ നൈസറി പോവണ്ടേ? കുഞ്ഞിപ്പണ്ണിന്റെ പേരെന്താണ്? നൂമിയോ? മാഷാല്ലാ, നമ്മുടെ നൂമി കുട്ടിയാണ് നമുക്കിപ്പോൾ ഒരു പാട്ട് പാടി തന്നു കേട്ടോ. ആണ് നമ്മൾ ഇത് റെഡിയാക്കി വെച്ചിരുന്നത്. ഏകദേശം എല്ലാം കഴിഞ്ഞു തുടങ്ങി. ഇതാ കണ്ടില്ലേ, നമ്മുടെ ദർശനം അത് എല്ലാം ട്രൈയിലേക്ക് മാറ്റിയാണ്. ദർശന ഇങ്ങനെ സർപ്രൈസ് കൊടുക്കണം എന്ന് വിചാരിച്ചപ്പോ എന്തൊക്കെ തീരുമാനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്? ദർശന ഓടിപ്പോയി. ഞങ്ങൾക്കും കിട്ടി നല്ല ഒരു ചായ ഒരു അടിപൊളി ചായ, നല്ല ടേസ്റ്റ്. ഞങ്ങൾ വയനാട്ടിൽ നിന്ന് കഴിച്ചായിരുന്നു കുറച്ചൊരു ചായ, നല്ല ടേസ്റ്റുള്ള ചായ. അതേപോലെ തന്നെയാണ് സമൂസ. എന്ത് തോന്നുന്നു? ഓക്കെ, അപ്പൊ ഇനി ഞങ്ങള് കഴിക്കട്ടെ. വീണ്ടും സർപ്രൈസുമായിട്ട് കണ്ടോ ഇതങ്ങനെ കിട്ടിയ ഇങ്ങനെ പിന്നെ ഇവിടെയുള്ള വർത്താനം പറഞ്ഞ ഈ മനുഷ്യൻ അതുമ കെട്ടി മാറിയണു. അതാണ് ഇപ്പൊ കഴിയും. സാലറിയാണ് ഇതിന്, സാലറി കിട്ടണം. എല്ലാരും ഇതാണ് കിട്ടിയേക്കിന്. പിന്നെ അയിമേൽ തന്നെ ഇത്ര നേരം ആയത്തിന് പേര് വന്നു. എന്താ സ്വാദ ഇവിടുന്ന് പോവാൻ പ്രയാസം? ആഗ്രഹിക്കാൻ ബുദ്ധിമുട്ടല്ല, ഇവിടുന്ന് പോകുന്നത് നമുക്ക് മനസ്സുകൊണ്ട് ആഗ്രഹിക്കാം. അതായത് ഈ ക്യാമ്പസിൽ നിന്ന് പോവാന് മനസ്സുകൊണ്ട് പ്രയാസപ്പെട്ട് നിൽക്കുന്ന 2-3 ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. ഒരു പൊട്ടും ആഗ്രഹമല്ല. വേരുകൾ ഇറങ്ങിയൊരു കേന്ദ്രമാണിത്. ആയത്തിന് ചെറിയ പേരൊന്നല്ല, നല്ല അത്യാവശ്യം 500 റുപ്യ പൊട്ടിച്ചിക്കണു മാഷേ. നമ്മളെ സ്വാദാണ്. ഫയ്യ സൂഫൈറ. ഇതെന്താണെന്നറിയോ? എല്ലാവർക്കും കുറച്ച് 1-2 കൈയല്ല കേട്ടോ. 5 റുപ്യന് ബൂസ്റ്റ് കണ്ടോ? അവിടെ കിട്ടിയില്ലെന്ന് എനിക്കില്ലേ കോളേജ് വിട്ട് പോവാൻ കഴിയണില്ല എന്ന് കണ്ടോ? ഇവിടൊക്കെ കൊടുക്കട്ടോ, ഫുള്ള് നിരത്തി കൊടുക്കണം. ഒരു 5 റുപ്യന്റെ ബൂസ്റ്റ് സാറിനും കിട്ടിയിട്ടുണ്ട്. ഇത്ര കാലം ശാസ്ത്രി പഠിച്ചിട്ടാണ് ഞങ്ങൾ പഠിച്ചത്. ജമ്മ് നക്കി തിന്താണ് ജമ്മ്. ഇതാണ് ഈ ഗൈസ് ഇത്ര നേരം തിന്നോണ്ട്. അതാ കണ്ടോ കമിഴ്ത്തുന്നുണ്ട് തൊള്ളിക്ക്. ആരാണ് ക്യൂട്ട്നെസ് ഇട്ടത്? കണ്ടില്ല. അത് നോക്കടാ ക്യൂട്ട്നെസ് ഇട്ട മുഖം എങ്ങനെ വരുന്നാണ്. അതാടാ ബൂസ്റ്റ് കുടിച്ചെങ്ങനെ ക്ഷീണിച്ച ഒരാൾ ഇവിടെ ഇരുന്ന്. ബൂസ്റ്റ് ഇസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി. അതാണ് ഇപ്പൊ കണ്ടത് ഇരിക്കുന്നത്. ഈ പെണ്ണിന്റെ കല്യാണമാണ് 18-ാം തീയതി. നിങ്ങളെ ക്ഷണിക്കുന്നില്ല.
ഹലോ ഗൈസ്, ഇവര് ഇവിടുന്ന് പോവാതെ ഇവിടെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണം. ഇവർക്ക് ഇവിടുന്ന് പോവാൻ തോന്നണില്ല. വൈകുന്നേരമായി. ഇവിടെ ഡയറി ഒക്കെ എഴുതുന്ന, അതും ചന്ദനത്തിരി കത്തിച്ച് വെച്ച ഡയറി കൊതുക് തിരിയാണല്ലേ? കൊതുക് തിരി. ഓക്കെ, ഇത് നാളേക്കുള്ള സാധനങ്ങൾ വന്നതാണ്. നാളെ നമ്മൾ ബിരിയാണിയാണ് ഗൈസ്. ബിരിയാണി എന്ന് പറഞ്ഞാൽ മലയാളികളുടെ ഒരു വികാരമാണ് അല്ലേ? നാളത്തെ ബിരിയാണിയെ കുറിച്ച് 2 വാക്ക് പറയും. നാളത്തെ ബിരിയാണി എന്തായാലും നമ്മളല്ലേ വെക്കണം, എന്തായാലും അടിപൊളിയാവും. അതാണ്, നമ്മൾ എന്തുണ്ടാക്കിയാലും അടിപൊളിയാവുന്നതാണ്. കഞ്ഞിയാണ് ഗൈസ്. കഞ്ഞി ഇഷ്ടമല്ല ഗൈസ്, അതുകൊണ്ട് എനിക്ക് നെയ്ച്ചോറ് കേട്ടോ. ഇത് നമ്മളെ മോമിന. ഷഹമ കഞ്ഞിയല്ലേ കുടിക്കൂലേ? പിന്നെ അല്ലേ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓഫാവും. ഈ വ്ളോഗർ അങ്ങനെയാണ്, ഇടയ്ക്ക് ഓഫാവണം. കോട്ടിട്ട് കണ്ട് കിച്ചണിൽ കയറിയ നമ്മുടെ സുഹൈല. ഹായ്, ചുക്കാപ്പിയോ? ഓക്കെ. വേണ്ട, അമൃത കണ്ട, അമൃത ചമ്മന്തി പുതിയൊരു ഡിഷാണ്, അമൃത ചമ്മന്തി. എല്ലാരും എന്റെ ഫോട്ടോ ഗീവേ കൊടുക്കുന്നുണ്ട്. എല്ലാരും മെസ്സേജ് അയക്കാം. അതാർക്കും വേണ്ടെന്ന് ഗൈസ്, അതാരും വാങ്ങരുത്. വെറുതെ കിട്ടിയ പോലെ വാങ്ങരുത്. ക്ഷീണിച്ച് തളർന്നിരിക്കുന്ന ഗ്രൂപ്പിൽ, അതെ, പണിയെടുത്ത് കുഴങ്ങിന്ന് പാവൻ ചക്കൻ. എന്താ ഇവിടെ കഞ്ഞിയല്ലേനോ? കഞ്ഞിക്ക് ഇത്രയും പണിയോ? പാർട്ടിസ്റ്റ് മത്തൻ കൂട്ടാൻ. ഓക്കെ, നെയ്ച്ചോറുണ്ട് കേട്ടോ. ഉച്ചക്കത്തെ ഇതിലല്ലേ നെയ്ച്ചോറ് വെച്ചാണ് കണ്ട, ഇത്രയും ബാക്കി. എനിക്ക് കഞ്ഞി പറ്റാത്തതുകൊണ്ട് ഞാൻ മിക്കവാറും നെയ്ച്ചോറായിരിക്കും കേട്ടോ. ഇതൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കണമല്ലോ, കുറേ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നത്. വലിയ വലിയ സാധനങ്ങൾ ഇവിടെ എല്ലാം ഉണ്ടാവുക. ഇത് ഹാദിയാൻ്റെ ബാഗ് കാണാനുണ്ടായിരുന്നില്ല ഗൈസ്. വയനാട്ടിലേക്ക് പോകുമ്പോൾ എല്ലാവരും ഡ്രസ്സ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ബാഗ് കാണാനില്ലാഞ്ഞിട്ട് എൻ്റെ ബാഗ് എവിടെ, എൻ്റെ ബാഗ്. ആ ബാഗ് കിട്ടിയതിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഞങ്ങളെ പ്രധാനപ്പെട്ട ഫസീല ടീച്ചറാണ് എനിക്ക് ഈ ബാഗ് കണ്ടുപിടിച്ചത്. അതും ബബ്ലി ഓഫർ ചെയ്തപ്പോൾ മാത്രം കണ്ടുപിടിച്ചത് പ്രധാനതാണ്. ഈ കോളേജ് നിങ്ങൾ ശ്രദ്ധിക്കണം ഗൈസ്. ഈ കോളേജ് കോമ്പൗണ്ട് മുഴുവൻ ഞാൻ ആ ബാഗും അന്വേഷിച്ചിറങ്ങി. അതും ഈ പാതിരാക്ക്. നിങ്ങളൊന്ന് അറിയണം. അവസാനം കിട്ടി ഗൈസ്, കിട്ടി. അതാണ്, ഒരാളുടെ ഒരു സാധനം കാണാനില്ല എന്ന് പറയുമ്പോ, പ്രത്യേകിച്ച് ബബ്ലൊക്കെ ഓഫർ ചെയ്യുമ്പോ അല്ലേ മാജിദ? അല്ല നാജിയ, നമുക്ക് എന്താ പറയാനുള്ളത് നാജിയ? പറഞ്ഞോ, നാജിയക്ക് ഒന്നും പറയാനില്ല. ഓഫർ അറിഞ്ഞ ഓൾ ഉറക്കെ പ്രഖ്യാപിച്ചിരുന്നു. ഷംജീന ഇന്നലെ, ഷംജീന ബാക്കി പറയൂ. എന്താ പറയാ, ഡയറി എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു മിസ്. അവിടുന്ന് ഇങ്ങനെ നീറ്റിട്ട് പോകുന്നതാ ബെല്ലടി കേട്ടപ്പോ. പിന്നല്ലേ, ഈ കളിയും ചിരിയും മാത്രല്ല കേട്ടോ, വൈജ്ഞാനികമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ക്യാമ്പിൽ നടക്കുന്നുണ്ട്. അതിനെ കുറിച്ച് ഒരു 2 വാക്ക് നമ്മുടെ അമൃത. 2 വാക്ക് പറഞ്ഞാല്, നമ്മുടെ മിസ്സുമാര് പറയാതിരിക്കാൻ വയ്യ, ഡയറി ചെയ്തിട്ടില്ലെങ്കിൽ ചീത്ത പറയണ്ടേ. ഇങ്ങനത്തെ ഒരു ശരി, നമ്മൾ ബാക്കി പറയട്ടെ. ഇങ്ങനത്തെ ഒരു മിസ്സുമാര് ഞങ്ങൾ എവിടെയും കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് എപ്പോഴും ഇഷ്ടം ഡയറി എഴുതിയിട്ടില്ല എന്ന് പറയുമ്പോ ഓക്കെ നാളെ എഴുതിയാൽ മതി അങ്ങനെ പറയുന്ന മിസ്സുമാരാണ്. അപ്പൊ ഇനി മിസ്സുമാരാവാൻ പോണത് ശ്രദ്ധിക്കുക. അങ്ങനത്തെ മിസ്സുമാരെയാണ് എല്ലാ കുട്ടികൾക്കും ഇഷ്ടം. അപ്പൊ ഞാനൊക്കെ അങ്ങനത്തെ ഒരു ടീച്ചറായിരിക്കും. കോട്ട് ഗീവേ ഉണ്ട്. കോട്ട് വേണ്ട, ആ കോട്ട് വേണ്ട. ചായന്റെ സമയം കഴിഞ്ഞിട്ടുണ്ട്. കഞ്ഞി ചോറ് തിന്നാൻ വേണ്ടി എനിക്ക് ഇതാണ് ചോറാണ്. ഇത് നമ്മളെ നല്ല ഇതിന് നമ്മളെന്താ ഒഴിക്കല്? ദാഹശമനിയൊക്കെ ഇട്ട ഇത് നമ്മുടെ സാലഡ്, നല്ല ഫ്രഷ് ക്രീമൊക്കെ ഒഴിച്ച അടിപൊളി ചിക്കൻ കറി. കൊടുക്കുന്നത് ആരാ നോക്കിയ? സെലിബ്രിറ്റി ഇത് ഉച്ചക്കത്തല്ലേ? കഴിച്ചു നോക്കണോ? ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണോ? ശ്രീമോളൊക്കെ സുന്ദരിയായിട്ട് ക്യാമ്പിൽ വന്നതിന് ശേഷം അതെ പുഷ്ടിപ്പെട്ടുകൊണ്ടു. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഗൈസ്. ഇതൊക്കെ 2 കിലോ തികച്ചെടുക്കാനുണ്ടായിരുന്നില്ല. ചമ്മന്തി, മത്തൻ. ഈ മത്തൻ കൂട്ടാൻ എങ്ങനെ ഉണ്ടാക്കാൻ സോനക്ക് അറിയാമോ?
അറിയാവുന്ന വിവരിക്കൂ. മൊത്തം മുറിക്കണം. ഉം. എന്നിട്ട് അത് നമ്മൾ എങ്ങനെ മുറിക്കണം എന്ന് വെച്ച് പറയണം. കത്തി വെച്ച് മുറിക്കണം. എന്നിട്ട് നമ്മൾ അത് വേവിക്കണം. എന്നിട്ട് കടുകും കരിവേപ്പിലും മറ്റൊക്കെ ഇട്ടിട്ട് വറവിട്ടത്. അത്രേ ഉള്ളൂ. കണ്ടോ, ഇവിടെയുള്ള ഓരോ കുട്ടിക്കും ഓരോ ഡിഷിനെ പറ്റിയും വിശദീകരിച്ച് പറയാൻ കഴിയും. ഇതിൽ നിന്ന് ആരും ചോറ് മാത്രമായിട്ട് ഊറ്റിയെടുക്കരുതെന്ന് അപേക്ഷിക്കുന്നു. എല്ലാരും വെള്ളത്തോട് കൂടിയ കഞ്ഞി കുടിക്കും. ഓക്കെ, ഇവിടെ ഡയറി എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നല്ല കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്, വളരെ നല്ല കാര്യമാണെങ്കിലും കഞ്ഞി പിന്നെ കിട്ടൂല. ഡയറി പിന്നെ എഴുതാനുള്ള കയ്യിലുണ്ട്. അതൊക്കെ വെറുതെ ഒരു ഫോർമാലിറ്റിക്ക് പറയണം, അതൊന്നുമില്ല. നാളെ ബിരിയാണിയാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് നിങ്ങൾക്ക് അതിനെ കുറിച്ചുള്ള അഭിപ്രായം? തന്നെ എത്ര ദിവസം നമ്മൾ മന്തി വെച്ചു? എത്ര ദിവസം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി? നെയ്ച്ചോറോ? ഗൈസ്, ഡെയിലി നോൺ വെജ് അല്ലാതെ ക്യാമ്പിൽ വിളമ്പുന്നില്ല എന്നിട്ട് പറയുന്നുണ്ടോ? ഇവരൊക്കെ വരുമ്പോണ്ടല്ലോ വര പോലെ ഇപ്പൊ കണ്ടോ? തടിച്ച് മഹീഷൊക്കെ കണ്ടോ? എക്സസ് ഡ്രസ് എടുത്തോണ്ടിരുന്ന മഹീഷ ഇപ്പൊ ലാർജായിട്ടും കൊള്ളണില്ല എന്നാണ് പറയുന്നത്. ഓ മൈ ഗോഡ്, ഇത് ഗർഭമല്ല ഗൈസ്, ഇതൊക്കെ കഴിച്ചുണ്ടായതാണ്. ഞങ്ങൾ കുഞ്ഞി കുമ്പൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇവിടെ വന്നപ്പോ അതെ ഡയറ്റ് പറഞ്ഞ് നിക്കായിരുന്നു. ഇപ്പൊ കണ്ടീല്ലേ? കണ്ടോ? എന്താ റൈഹാന്റെ മിസ് ദമിസിനെ കൊണ്ടുപോവാണ്. എന്തോ പറഞ്ഞാണ്ടിതാ കുശു പറഞ്ഞു കൊണ്ടുപോവാണ്. അത് നിങ്ങൾക്ക് മാത്രം നെയ്ച്ചോറ്, നമുക്ക് നെയ്ച്ചോറ്.